ബൈബിളിലുള്ള സ്വപ്നങ്ങളെ നാം പഠിക്കുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ ഈ മനുഷ്യരോട്, ഈ ദൈവഭക്തന്മാരോട് സംസാരിച്ചതുപോലെയാണ് പലപ്പോഴും സിംബലുകളിൽ, സൈനുകളിൽ, അടയാളങ്ങളിൽ, ഉപമകളിൽ ദൈവം സംസാരിക്കും. അപ്പോൾ സ്വപ്നങ്ങൾ വായിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ദൈവം ഇടപെടുന്നത് എന്ന് സ്വപ്നം നമുക്ക് മനസ്സിലാക്കുവാൻ. നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും പാമ്പിനെ കാണുവാണെങ്കിൽ, അല്ലേ, സാധാരണ എല്ലാവരും കാണുന്ന സാധാരണ രീതിയിൽ നമ്മുടെ സ്വപ്നത്തിൽ പാമ്പ് കാണുകയാണ്. പാമ്പ് നമ്മളെ കുത്തുന്നു, പാമ്പ് നമ്മളെ നോക്കുന്നു, പാമ്പ് നമ്മളെ ചുറ്റുന്നു. പാമ്പ് ഇൻ ദ ഡ്രീം എ സെർപെന്റ്. നമ്മുടെ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ മരങ്ങൾ കാണുന്നു. സ്വപ്നത്തിൽ നാം ഒത്തിരി, പലപ്പോഴും സ്വപ്നത്തിൽ ഞാൻ കാണുന്ന വലിയ നദി, വലിയ ഓഷൻ, സമുദ്രം പോലെ കാണും. അതിന്റെ മധ്യത്തിലൂടെ ഒരു കപ്പൽ പോകുന്നു. അതിനെല്ലാം അർത്ഥമുണ്ട്. ഡ്രീം ഹാസ് എ ലാംഗ്വേജ്. സ്വപ്നങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. കടൽ ജനകോടികളെ കാണിക്കുന്നു. കപ്പൽ അതിന്റെ മധ്യത്തിലുള്ള ശുശ്രൂഷയെ കാണിക്കുന്നു. അപ്പോൾ സമുദ്രത്തെ കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ജനകോടികളെ, സ്തോത്രം, ഹല്ലേലൂയ, സുവിശേഷവുമായി എത്താത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കുറിച്ചുള്ള ഒരു 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 അറിയിപ്പ് തരികയാണ്. God is speaking. സമുദ്രം അത് ജനകോടികളെ. Sea speaks about multitudes of people. Ship speaks about a ministry. Hallelujah. നാം പാമ്പുകളെ കാണുവാണെങ്കിൽ പാമ്പ് പിശാചിനെ പ്രതിനിധീകരിക്കുന്നു. സെർപെന്റ് പിശാച്, പിശാചിന്റെ പദ്ധതികൾ. ഹല്ലേലൂയ. പാമ്പ് കുത്തുന്നു എന്ന് പറയുമ്പോൾ that means ഒരു 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 സ്പിരിച്വൽ അറ്റാക്ക് സംഭവിക്കാൻ പോകുന്നു. ബി കെയർഫുൾ. പാമ്പ് ചുറ്റുന്നു എന്ന് പറയുമ്പോൾ പാമ്പ് കള്ളം, നിങ്ങൾക്കെതിരായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ ഒരു കള്ളത്തിൽ, തെറ്റായ ഒരു കാര്യത്തിൽ, ഒരു വഞ്ചനയിൽ, ഒരു അപവാദത്തിൽ നിങ്ങളെ കുടുക്കുവാൻ പിശാച് നോക്കുന്നു. God speaks to us.